അപ്പോൾ നമ്മളിന്ന് ഡീഗ്രഡേഷൻ മോഡലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബ്ലോക്ക് ലെവൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡീഗ്രഡേഷൻ മോഡൽ. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഇമേജ് ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീഗ്രഡേഷൻ ഓപ്പറേറ്റർ ആണ്, ആൻഡ് നീറ്റ് ഓഫ് എക്സ് വൈ ഇസ് ദ നോയ്സ് ടേം, ആൻഡ് ജി ഓഫ് എക്സ് വൈ ആണ് നമ്മുടെ ഡീഗ്രഡേഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ബ്ലോക്ക് ലെവൽ റെപ്രസെൻറ്റേഷനിൽ നിന്നും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഏതാണ്ട് ഇതുപോലെയാണ് ഇരിക്കുക. അതായത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് നീറ്റ ഓഫ് എക്സ് വൈ. ഇതിൽ നമ്മൾ നീറ്റ ഓഫ് എക്സ് വൈനെ 0 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി മാറും? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നായി മാറും. ഓക്കെ, ഇനി നമ്മൾ ഫെർദർ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാനുണ്ട്. എന്താണ് ലീനിയാരിറ്റി, എന്താണ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി, എന്താണ് ഹോമോജീനിറ്റി, എന്താണ് പൊസിഷൻ ഇൻവേരിയൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഒരു എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഇതിൻ്റെ ഡീഗ്രഡേഷൻ മോഡലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫൈനൽ ഡീഗ്രഡേഷൻ മോഡലിലേക്ക് അറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു എച്ച് എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ, ഈ എച്ച് എന്ന ഓപ്പറേറ്റർ ലീനിയർ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈനെ ഏതാണ്ട് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് എച്ച് ഓഫ് എ എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് ബി എഫ് ടു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് ബി ഇൻറ്റു എച്ച് ഓഫ് എഫ് ടു ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിൽ എഫ് വൺ ഓഫ് എക്സ് വൈ എഫ് ടു ഓഫ് എക്സ് വൈ എന്ന രണ്ട് ഇൻപുട്ട് ഇമേജസ് ആണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലേഴ്സ് ആണ്. അപ്പോൾ ലീനിയർ ആണെങ്കിൽ നമുക്കിതിനെ ഈ ഒരു രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. സപ്പോസ് നമ്മളിതിൽ എയും ബിയും ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു ഇക്വേഷൻ നമ്പർ 3യിലേക്ക് റെഡ്യൂസ് ചെയ്യും. എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ടു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് ഓഫ് എഫ് ടു ഓഫ് എക്സ് വൈ. ഇതിനെയാണ് നമ്മൾ അഡിറ്റിവിറ്റി, പ്രോപ്പർട്ടി ഓഫ് അഡിറ്റിവിറ്റി എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ നമ്പർ 3. ഇതെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ്റെ സം എടുത്ത് അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിച്ചു. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ്റെ റെസ്പോൺസ് ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മളിവിടെ എഫ് വൺ ഓഫ് എഫ് ടു എഫ് വൺ ഓഫ് എക്സ് വൈയും എഫ് ടു ഓഫ് എക്സ് വൈയും ആഡ് ചെയ്ത് ആ മൊത്തം ആഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ എൽ എച്ച് എസിലുള്ളത്. ആർ എച്ച് എസ് എന്താ? എഫ് വൺ ഓഫ് എക്സ് വൈൻ്റെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നു, എഫ് ടു ഓഫ് എക്സ് വൈൻ്റെ ഇൻഡിവിജ്വലി റെസ്പോൺസ് കണ്ടുപിടിക്കുന്നു. ഈ ഇൻഡിവിജ്വൽ റെസ്പോൺസ് ആഡ് ചെയ്താൽ കിട്ടുന്നതും ഒന്നിച്ച് ആഡ് ചെയ്ത് എടുക്കുന്ന റെസ്പോൺസും രണ്ടും ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമ്മൾ എഫ് ടു ഓഫ് എക്സ് വൈ, സപ്പോസ് നമ്മുടെ ലീനിയർ പ്രോപ്പർട്ടിയിൽ എഫ് ടു ഓഫ് എക്സ് വൈ 0 ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടും? എച്ച് ഇതിപ്പോൾ 0 ആണ്. അപ്പോൾ എച്ച് ഓഫ് എ എഫ് വൺ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ എച്ച് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും അല്ലേ? എച്ച് ഓഫ് എ എഫ് വൺ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. ഇതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ വെച്ച് നമ്മളൊരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്തു, ആ പ്രോഡക്റ്റിൻ്റെ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ആ ഫംഗ്ഷൻ്റെ റെസ്പോൺസ് മൾട്ടിപ്ലൈഡ് ബൈ ദ സ്കെയിലാർ. അതായത് ഒരു എ ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് വൈ എടുത്ത് അതിൻ്റെ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതുമായിട്ട് ഈക്വൽ ആയിരിക്കും? ആ ഫംഗ്ഷൻ്റെ റെസ്പോൺസ് മൾട്ടിപ്ലൈഡ് ബൈ ദ സ്കെയിലാർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോപ്പർട്ടി ഓഫ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പൊസിഷൻ ഇൻവേരിയൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈനെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ. അതായത് നമ്മുടെ ഓപ്പറേറ്റർ പൊസിഷൻ ഇൻവേരിയൻ്റ് ആണെങ്കിൽ, പൊസിഷൻ ഇൻവേരിയൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജിൽ ഏതെങ്കിലും പോയിന്റ്, ഇപ്പോൾ ഇമേജിൽ കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പോയിന്റിലെ വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും, അല്ലാതെ അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കില്ല. അതായത് ഒരു ഇൻപുട്ട് ഇമേജിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ റെസ്പോൺസ് എടുത്തു കഴിഞ്ഞാൽ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത ഒന്നായിരിക്കും, അല്ലാതെ അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് നമ്മൾ പൊസിഷൻ ഇൻവേരിയൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് ഡീഗ്രഡേഷൻ മോഡലിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളൊരു എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഇമേജിന്
ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് എക്സ് ആയിട്ട് കൺവല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് y minus y naught dx dy, double integral of minus infinity to infinity f of xy delta of x minus x naught y minus y naught dx dy, that is equal to f of x naught y naught എന്ന് കിട്ടും. അതായത് ഡെൽറ്റ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 എന്ന ഇതിൽ മാത്രമേ, അതിന് കോർഡിനേറ്റ്സിൽ മാത്രമേ അതിന് 1 എന്ന വാല്യൂ ഉണ്ടാവും. ബാക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് എക്സ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ 0 ആകണം. ഇത് 0 ആണെങ്കിൽ എക്സ് എന്തായിരിക്കണം? എക്സ് നോട്ട് ആയിരിക്കണം. വൈ എന്തായിരിക്കണം? വൈ നോട്ട് ആയിരിക്കണം. അപ്പോൾ 0 ആ ഒരു പോയിന്റ് മാത്രമേ 1 എന്ന വാല്യൂ ഇട്ട് ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണല്ലോ നമ്മുടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് മൾട്ടിപ്ലൈ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്നാണ് കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എഫ് ഓഫ് എക്സ് വൈ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് വൈ മൈനസ് വൈ നോട്ട് ഡി എക്സ് ഡി വൈ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മളൊരു സ്ലൈറ്റ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ബീറ്റ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ എന്ന രീതിയിൽ ഇതിനെ എഴുതാം. അതായത് ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എക്സും വൈയും ആകുമ്പോഴായിരിക്കും ഇവിടെ എന്ത് വരിക? ഡെൽറ്റ ഓഫ് 0 എന്ന് വരിക. അപ്പോഴായിരിക്കും ഇതിന് 1 എന്ന വാല്യൂ കിട്ടുക. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. ബാക്കിയുള്ള സ്ഥലത്ത് അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല, ഈ ഇക്വേഷൻ നമ്മൾ സ്ലൈറ്റായി മോഡിഫൈ ചെയ്ത് ഈ രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇക്വേഷൻ 1 ഉണ്ട്. ഇക്വേഷൻ 1 എന്താണ്? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് വൈ പ്ലസ് നീറ്റ് ഓഫ് എക്സ് വൈ ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഡീഗ്രഡേഷൻ പ്രോസസ്സ് നമ്മൾ ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ എഴുതിയ ഇക്വേഷനാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ. അപ്പം അതിൽ നീറ്റ് ഓഫ് എക്സ് വൈ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ ഈ മുന്നേ കണ്ടുപിടിച്ച എഫ് ഓഫ് എക്സ് വൈയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഈ ഒരു രീതിയിൽ മാറും. അതായത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് ഡബിൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ബീറ്റ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ എന്നായി മാറും. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എന്താണ് അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി? ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഫങ്ഷൻ്റെ സമ്മേഷനാണ് അല്ലേ? നമ്മുടെ എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ടു ഓഫ് എക്സ് വൈ എന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ. കുറേ ഫംഗ്ഷൻ സമ്മേഷൻ എടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ്റെ റെസ്പോൺസ് എടുത്തിട്ട് ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് എഴുതാം. അതായത് എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ടു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ പ്ലസ് എച്ച് ഓഫ് എഫ് ടു ഓഫ് എക്സ് വൈ എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ അതായത് നമുക്ക് എച്ചിന് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ മൊത്തം സമ്മേഷൻ്റെ എന്താ പറയുക റെസ്പോൺസ് എടുക്കുന്നതാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫംഗ്ഷൻ്റെ റെസ്പോൺസ് ആഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റാം. അപ്പോൾ അതാണ് എച്ച് ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ അഡിറ്റീവ് പ്രോപ്പർട്ടി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് മൈനസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് എഫ് ഓഫ് ആൽഫ ബീറ്റ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ എന്ന രീതിയിൽ എഴുതാം. ഇവിടെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എക്സും വൈയും ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ആൽഫ ബീറ്റ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹോമോജീനിറ്റി പ്രോപ്പർട്ടി പ്രകാരം, അതായത് എച്ച് ഓഫ് എ ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എ ഇൻറ്റു എച്ച് ഓഫ് എഫ് വൺ ഓഫ് എക്സ് വൈ എന്ന രീതിയിൽ എഴുതുന്നില്ലേ? അതാണ് ഹോമോജീനിറ്റി. അത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഡബിൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ബീറ്റ ഇൻറ്റു എച്ച് ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ എന്ന രീതിയിൽ മാറ്റാൻ വേണ്ടി പറ്റും. ഇത് ഹോമോജീനിറ്റി പ്രോപ്പർട്ടി പ്രകാരമാണ് നമ്മൾ ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റി എഴുതിയത്. ഓക്കെ, ഇവിടെ ഫൈൻ, സോറി, വിൽ കണ്ടിന്യൂ. ഇത് നമ്മൾ മാറ്റി എഴുതുന്നത്. ഇവിടെ എച്ച് ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ എന്നാണ്. അതായത് ഇതിന് നമ്മൾ ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എച്ച് എന്നാണ് പറയുക. അതായത് നമ്മുടെ ഒരു
എച്ച് എന്ന ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ ഉണ്ട്. സപ്പോസ് അതിൻ്റെ ഇൻപുട്ടിൽ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഈ എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് എക്സ് വെച്ച് കൊടുക്കുമ്പോൾ എച്ച് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടുകയാണല്ലോ. അപ്പോൾ അത് ആ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ടാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മളൊരു ഇമ്പൾസ് ഫംഗ്ഷൻ എച്ചിൻ്റെ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ മാറ്റി എഴുതിയിരിക്കുന്നത് എച്ച് ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ആയിക്കോട്ടെ എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ, അതായത് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എച്ച്. അപ്പോൾ ഇതിനെ നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെയായി മാറും? ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡബിൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ബീറ്റ ഇൻറ്റു എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എച്ചിൻ്റെ റെസ്പോൺസ് ടു ആൻ ഇമ്പൾസ് ഇസ് നോൺ, അതായത് ഒരു ഇമ്പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ഇൻപുട്ട് എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ഏതൊരു ഇൻപുട്ടിൻ്റെയും റെസ്പോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ജി ഓഫ് എക്സ് വൈ ആണ് നമ്മൾക്ക് ഫൈനലി ഔട്ട്പുട്ട് വേണ്ടത്. ഈ എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട് ഇമേജ്. ഈ എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ എന്ന് പറയുന്നത് ഇന്ന് ഡയഗ്രാമിൽ കാണിച്ചു തരാം. അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ആണ് ഇൻപുട്ട്, ഇതാണ് നമ്മുടെ റെസ്പോൺസ് നോയ്സ് ടേം ജി ഓഫ് എക്സ് വൈ ആണ് ഫൈനലി കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എന്താണെന്ന് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡീഗ്രഡേഷൻ ഫംഗ്ഷനിൽ സപ്പോസ് ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽറ്റ ഫംഗ്ഷൻ കൊടുത്താൽ അതിൻ്റെ റെസ്പോൺസാണ് എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് ആ എച്ച് ഓഫ് എക്സ് ആൽഫ വൈ ബീറ്റ എന്ന ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾക്ക് ഏതൊരു ഇൻപുട്ട്, അതായത് എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഏത് ഇൻപുട്ട് കൊടുത്താലും എന്തായിരിക്കും റെസ്പോൺസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ. അതായത് ഇത് നമുക്ക് നോണാണ്, ഇത് നമ്മൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഇത് അറിയുമെങ്കിൽ നമുക്ക് ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഇമേജുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൊത്തത്തിലുള്ള റെസ്പോൺസ് എന്തായിരിക്കും എന്ന് നമ്മൾ ഏതൊരു ഇൻപുട്ട് കൊടുത്താലും നമ്മുടെ ഡീഗ്രേഡഡ് ഇമേജ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. അതായത് ഇഫ് ദ റെസ്പോൺസ് ഓഫ് എച്ച് ടു ആൻ ഇമ്പൾസ് ഇസ് നോൺ, അപ്പോൾ എച്ച് എന്ന ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ ഒരു ഇമ്പൾസ് കൊടുത്താൽ ആ ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ ഏതൊരു ഇൻപുട്ടിൻ്റെയും റെസ്പോൺസ് എന്തായിരിക്കും എന്ന് നമുക്ക് ഈ ഇക്വേഷൻ വഴി മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അറിയാൻ പറ്റുമെന്നാണ് ഈ ഒരു ഇക്വേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ എച്ച് എന്നത് ഒരു പൊസിഷൻ ഇൻവേരിയൻ്റ് ആണെങ്കിൽ എച്ച് ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ എന്ന രീതിയിൽ നമുക്കതിനെ മാറ്റി എഴുതാം. അപ്പോൾ ഈ 12 എന്നത് നമ്മൾ 11ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? ജി ഓഫ് എക്സ് വൈ ഡബിൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ബീറ്റ എച്ച് ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ എന്ന രീതിയിലേക്ക് ചുരുങ്ങും. ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എഫ് ഓഫ് എക്സ് വൈ കൺവല്യൂഷൻ എച്ച് ഓഫ് എക്സ് വൈ ആണ്. ഇത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺവല്യൂഷനെ കാണിക്കുന്നതാണ് ഈ ഡബിൾ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ദ റിസൾട്ട് ഇസ് സിംപ്ലി ദ കൺവല്യൂഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഇൻപുട്ട് ഫംഗ്ഷൻ. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നത്തിങ് ബട്ട് എന്താണ്, ഇമ്പൾസ് റെസ്പോൺസിൻ്റെയും ഇൻപുട്ട് ഫംഗ്ഷൻ്റെയും കൺവല്യൂഷനാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഇൻറ്റഗ്രൽ വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ കാണിക്കുന്നത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. അതായത് ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ, ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾക്ക് അറിയാമെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ റെസ്പോൺസ്, ആ മൊത്തം ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ്റെ റെസ്പോൺസ് ജി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഏതൊരു ഇൻപുട്ട് എഫിനും. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊരു ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്, അതായത് എച്ച് ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ അറിയാമെങ്കിൽ അതിൻ്റെ ആ ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ്റെ റെസ്പോൺസ്, അതായത് മൊത്തത്തിൽ ജി എന്ന സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഏതൊരു ഇൻപുട്ട് എഫിനും. അതാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. ഈ ഇക്വേഷനിൽ ഇത് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഒരു കൺവല്യൂഷൻ ഓഫ് ഇൻപുട്ട് ഫംഗ്ഷൻ ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ 13 എന്ന ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ 13നെ കുറച്ചും കൂടി അപ്പോൾ സപ്പോസ് നമ്മൾ 13 എന്ന രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യാണ്. കാരണം നമ്മളിവിടെ നോയ്സ് ടേമിനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇപ്പോൾ അഡിറ്റീവ് നോയ്സും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീഗ്രഡേഷൻ മോഡൽ ഈ ഒരു രീതിയിൽ മാറും. അതായത് ഒന്നുമില്ല, നമ്മുടെ
ഈ ഒരു പാർട്ട് പ്ലസ് നീറ്റ ഓഫ് എക്സ് വൈ എന്നും കൂടെ വരും. അപ്പോൾ ജി ഓഫ് എക്സ് വൈ ഡബിൾ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ബീറ്റ എച്ച് ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ മൈനസ് ബീറ്റ ഡി ആൽഫ ഡി ബീറ്റ പ്ലസ് നീറ്റ ഓഫ് എക്സ് വൈ എന്ന് വരും. അപ്പോൾ ഇത് കൺവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിനെ റീറൈറ്റ് ചെയ്യാം. ജി ഓഫ് എക്സ് വൈ ഈക്വൾ ടു എച്ച് ഓഫ് എക്സ് വൈ കൺവല്യൂഷൻ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് നീറ്റ് ഓഫ് എക്സ് വൈ എന്ന രീതിയിൽ നമ്മൾ കൺവല്യൂഷൻ. ഇതാണ് നമ്മുടെ ഡീഗ്രഡേഷൻ മോഡൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ. അപ്പോൾ സ്പേഷ്യൽ ഡൊമൈനിലെ റെപ്രസെൻറ്റേഷൻ ആണ് ഇത്. അപ്പോൾ ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഈ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ജി ഓഫ് യു വി ഈക്വൾ ടു എച്ച് ഓഫ് യു വി ഇൻറ്റു എഫ് ഓഫ് യു വി പ്ലസ് എൻ ഓഫ് യു വി. ഓരോ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്പേഷ്യൽ ഡൊമൈനിലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ജി ഓഫ് എക്സ് വൈ എന്ന ഇത് ഡീഗ്രേഡഡ് ഇമേജ് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ് ജി ഓഫ് യു വി. നമ്മുടെ ഇമ്പൾസ് ഫംഗ്ഷൻ റെസ്പോൺസ് ആണ് എച്ച് ഓഫ് എക്സ്, അത് എച്ച് ഓഫ് യു വി ആയി മാറി. ഇമ്പൾസ് അല്ല, നമ്മുടെ ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് വൈ സ്പേഷ്യൽ ഡൊമൈനിൽ ഇതാണ്, അത് ഫ്രീക്വൻസി ഡൊമൈൻ ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് വൈ ഇൻപുട്ട് ഇമേജ് അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷനാണ്. നോയ്സിൻ്റെ സ്പേഷ്യൽ ഡൊമൈൻ അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈൻ. ഇവിടെ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷനാണ് നമ്മുടെ ഡീഗ്രഡേഷൻ മോഡൽ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളതിനെ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. താങ്ക് യു.